കേരള ബ്ലാസ്റ്റേഴ്സ് മാറി. അഥവാ ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ മുഖ്യ പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കംപ്ലീറ്റ്ലി മാറ്റി എന്ന് തന്നെ പറയണം. ഈ കഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ISLൻ്റെ ആദ്യ 7 മത്സരങ്ങളിൽ വെറും 1 പോയിന്റ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡേവിഡ് കെറ്റാല എന്ന് പറയുന്ന സ്പാനിഷ് പരിശീലകൻ്റെ കീഴിൽ നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കാവട്ടെ ടീമിനാവട്ടെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മൊത്തത്തിൽ തന്നെ ഒരു കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു ടീമിൽ മൊത്തം തന്നെ ഉണ്ടായിരുന്നത്. റിലേഷനിൽ മൊത്തം തന്നെ അടുത്ത് നിന്നൊരു കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് നിലവിൽ ആഷ്ലി വെസ്റ്റ്വുഡ് ഒരു വ്യത്യാസമുള്ള ടീമാക്കി, ഒരു വിന്നിംഗ് മെൻറ്റാലിറ്റി ഉള്ള ടീമാക്കി നിലവിൽ മാറ്റിയിട്ടുള്ളത്. ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ആഷ്ലി വെസ്റ്റ്വുഡിനെ പോലെ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പുതുതായിട്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള 2 താരങ്ങളാണ്. ഒന്ന് ഫ്രാൻസും അതോടൊപ്പം തന്നെ കരീം ബെനാരിഫും. ഇവർ രണ്ടുപേരും ടീമിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഇമ്പാക്റ്റ് എത്രമാത്രം വലുതാണെന്ന് നമുക്കറിയാം. കാരണം ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്ന ആദ്യത്തെ മത്സരം ബംഗളൂരു FCക്കെതിരെയാണ്. ആ ഒരു മത്സരത്തിൽ കരീം ബെനാരിഫും അതുപോലെ തന്നെ ഫ്രാൻസും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ടീമിൽ വന്നൊരു മാറ്റം നമുക്ക് ലൈവായിട്ട് തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നതാണ്. ആ ഒരു മത്സരത്തിൽ വിജയ ഗോൾ നേരിട്ടുണ്ടായിരുന്നത് ഫ്രാൻസോ ആയിരുന്നു. അത് മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ജംഷഡ്പൂർ FCക്കെതിരായിട്ടുള്ള മത്സരത്തിൽ 2 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് അടിച്ചത് മലയാളി താരങ്ങളാണ്. അത് 2 ഹെഡർ ഗോളുകളാണ്. അതിൽ 2 ക്രോസ് നൽകിയിട്ടുണ്ടായിരുന്ന ഫ്രാൻസും കരീം ബെനാരിഫുമാണ്. ഇവർ രണ്ടുപേരും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരു മികച്ച ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ ഒരു മികച്ച ഗെയിമിംഗ് സ്റ്റൈലിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ എത്തിക്കുവാനായിട്ട് നിലവിൽ സാധിച്ചിട്ടുണ്ട് എന്ന് എടുത്ത് പറയേണ്ടതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആഷ്ലി വെസ്റ്റ്വുഡ് കുറച്ചും കൂടി ഒരു മികച്ച രീതിയിൽ ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെല്ലാം തന്നെ പുറമെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗെയിമിംഗ് സ്റ്റൈലിൽ തന്നെ ഒരു കംപ്ലീറ്റ് മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഡേവിഡ് കെറ്റാലയുടെ കീഴിൽ എന്താണ് കാണിക്കുന്നത് എന്ന ഒരു കൃത്യമായൊരു ശൈലി, അതായത് ബോൾ ഹോൾഡ് ചെയ്ത് മെല്ലെ മെല്ലെ ഒരു അറ്റാക്കിങ് ശ്രമിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു കൗണ്ടർ അറ്റാക്ക് അടപടലം പാളിപ്പോയ ഒരു ഗെയിമിംഗ് സ്റ്റൈലായിരുന്നു ഡേവിഡ് കെറ്റാലയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നതെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഫ്രാൻസുവിനെ പോലെ അല്ലെങ്കിൽ കരീം ബെനാരിഫിനെ പോലുള്ള താരങ്ങളിലൂടെ മികച്ച ത്രൂ ബോളുകളും അതോടൊപ്പം തന്നെ ഒരു മികച്ച പ്ലേയിങ് സ്റ്റൈൽ, നമുക്കറിയാം ലാസ്റ്റ് നമ്മൾ മത്സരത്തിൽ ഒരു മികച്ച ഫ്രീ കിക്ക് നമ്മൾ കണ്ടതാണ്. അതും ആ ഒരു ഫ്രീ കിക്കിന് ഇടയായ സാഹചര്യമൊക്കെ തന്നെ വളരെ മികച്ച രീതി നോർത്ത് ഈസ്റ്റിലുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടിയിട്ടുണ്ടായിരുന്ന ഒരു മികച്ച ഫ്രീ കിക്ക് ടേക്കിംഗ് ആണ്. ആ ഒരു ഫ്രീ കിക്ക് ടേക്കിങ്ങിലെ ഒരു മികച്ച ബ്രില്യൻസ്, അതായത് ടെക്നിക്കൊക്കെ തന്നെ വളരെയധികം മാറ്റം വരുത്തി ബ്ലാസ്റ്റേഴ്സ് കുറച്ചും കൂടി ഇൻബിൽട്ടായിട്ട് കളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയേണ്ട അല്ലെങ്കിൽ എടുത്ത് പറയേണ്ട 2 താരങ്ങളാണ് ഡാനിഷ് ഫാറൂഖും അതോടൊപ്പം തന്നെ ഫ്രെഡിയും. ബ്ലാസ്റ്റേഴ്സ് ടീമിൽ വലിയ മാറ്റങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഡാനിഷ് ഇപ്പോൾ കൂടുതലും കളിക്കുന്നത് ഒരു സെൻറ്റർ ബാക്ക് അല്ലെങ്കിൽ സ്റ്റോപ്പർ റോളിലേക്ക് ഇറങ്ങി വന്നാണ്. അറ്റ് ദ സെയിം ടൈം ഇവർ രണ്ടുപേരും, അതോടൊപ്പം തന്നെ ഫ്രെഡിയും ഡാനിഷും രണ്ടുപേരും ബോൾ റിക്കവറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ലാസ്റ്റ് മത്സരത്തിലാവട്ടെ ഡാനിഷ് ഫാറൂഖിന് ഒരു ക്രൂഷ്യൽ 6 യാർഡ് ബോക്സിനകത്ത് വെച്ചുള്ള ഒരു മികച്ച സേവ്, അതായത് അദ്ദേഹം അവിടെ കൃത്യമായിട്ട് അതവിടെ എത്തുന്നുണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ വിമർശനങ്ങളൊക്കെ തന്നെ തിരിച്ചു മാറ്റിക്കൊണ്ടാണ് നിലവിൽ ഇവർ ഈ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നത്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒറ്റയാൻ എന്ന നിലവിൽ വിളിക്കപ്പെടുന്ന താരമാണ് കെവിൻ ന്യൂക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു അസിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഗോൾ പോലും നേടാത്ത താരമായിരുന്നിട്ട് പോലും ഇദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ഒന്നുമല്ലാതിരുന്ന സമയത്ത് ഇദ്ദേഹമായിരുന്നു പലപ്പോഴും ബോളിനെ ബോക്സിലേക്ക് എത്തിക്കുന്നതെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നത്. ഇവിടെയും പലപ്പോഴും ഒരു തൻ്റെ ഫിസിക്കൽ ഗെയിം വെച്ച് അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ സ്കിൽഫുൾ ഗെയിം വെച്ച് പലപ്പോഴും ഓപ്പോസിറ്റുള്ള ടീമിലെ താരങ്ങളെ മെൻ്റലി ആൻഡ് ഫിസിക്കലി തളർത്തുവാനായിട്ട് കെവിൻ ന്യൂക്കിന് സാധിക്കുന്നുണ്ട്. അതിൽ ഒരു മികച്ച ഗെയിമിംഗ് സ്റ്റൈല് കണ്ടെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ടീമിനെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരു മികച്ച ടീമിനെ ആഷ്ലി വെസ്റ്റ്വുഡിന് കിട്ടുമായിരുന്നുവെങ്കിൽ ഉറപ്പായും ആഷ്ലി വെസ്റ്റ്വുഡിന് നേരത്തെ തന്നെ ആഷ്ലി വെസ്റ്റ്വുഡ് ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു ടീമിനെ തന്നെ കംപ്ലീറ്റ്ലി മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. അടുത്ത സീസണിലും ഇതുപോലെ ആഷ്ലി വെസ്റ്റ്വുഡിനെ തന്നെ നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ബഞ്ച് ഓഫ് നല്ല പ്ലേയേഴ്സിനെ എത്തിച്ചു കൊടുക്കുവാനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ പരിമിതിക്കുള്ളിൽ ബ്ലാസ്റ്റേഴ്സിനെ ഇദ്ദേഹം കാണിച്ചു വരുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം പ്രൂവ് ചെയ്യുന്ന ആ ഒരു പ്രകടനത്തിനപ്പുറം ഒരു മികച്ച പ്രകടനം അദ്ദേഹത്തിന് ഒരു മികച്ച കപ്പിൾ ഓഫ് പ്ലേയേഴ്സിനെ വെച്ച് കാണിക്കുവാൻ സാധിക്കുമെന്നൊരു കാര്യം ഉറപ്പാണ്. അതിനെ ലൂണയെ പോലുള്ള ഒരു മികച്ച മിഡ്ഫീൽഡർ തിരിച്ചെത്തട്ടെ, അങ്ങനെ ഒരുപാട് ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം.